പ്രീ ഇംപ്ലാന്റേഷൻ ജനറ്റിക് ടെസ്റ്റിംഗ്. IVF ചെയ്തുണ്ടാക്കിയെടുത്തൊരു ഭ്രൂണം യൂട്രസിൻ്റെ അകത്തേക്ക് നിക്ഷേപിക്കുന്നതിന് മുൻപായിട്ട് ആ ഭ്രൂണത്തിന് ജനിതകമായിട്ട് തകരാറുകൾ ഉണ്ടോ എന്ന് നോക്കുന്നതാണ് പ്രീ ഇംപ്ലാന്റേഷൻ ജനറ്റിക് ടെസ്റ്റിംഗ്. നമുക്കിതിനെ സിമ്പിളായിട്ട് രണ്ടായിട്ടാണ് തിരിക്കേണ്ടത്, അതായത് PGS എന്നും PGD എന്നും. PGS എന്ന് പറയുന്നത് പ്രീ ഇംപ്ലാന്റേഷൻ ജനറ്റിക് സ്ക്രീനിങ് ആണ്. ഇത് IVFന് പോകുന്ന ഏത് ദമ്പതിമാർക്കും ചെയ്തു നോക്കാവുന്ന ഒരു ടെസ്റ്റാണ്. പ്രത്യേകിച്ച് ഒരുപാട് അബോർഷൻസ് ആയിട്ടുള്ളവരോ ഒരുപാട് നാളായിട്ട് ചികിത്സ എടുത്തിട്ട് പ്രഗ്നൻ്റ് ആകാത്തവരോ ആയിട്ടുള്ള ദമ്പതികളാണ് എന്നുണ്ടെങ്കിൽ ഭ്രൂണത്തിന് ജനിതകമായിട്ടുള്ള തകരാറ് കാരണമാണോ ഇത് സംഭവിക്കുന്നതെന്ന് അറിയാൻ ഇത് സഹായകമാകും. അതേപോലെ കുറച്ചുകൂടെ വ്യത്യാസമുള്ളൊരു ടെസ്റ്റാണ് PGD, അതായത് പ്രീ ഇംപ്ലാന്റേഷൻ ജനറ്റിക് ഡയഗ്നോസിസ്. ഇത് ചെയ്യുന്നത് പൊതുവെ അവരുടെ ഫാമിലിയിൽ തന്നെ, ഈ ദമ്പതിമാരുടെ ഫാമിലിയിൽ തന്നെ ആരെങ്കിലും എന്തെങ്കിലും ഒരു ജനറ്റിക് ഡിസീസ് ഉള്ളവർ കാണും. ഉദാഹരണത്തിന് സിക്കിൾ സെൽ അനീമിയ, തലസീമിയ എന്നൊക്കെ പറഞ്ഞ് അസുഖങ്ങളുണ്ട്. അത് അല്ലെങ്കിൽ ഈ അച്ഛനോ അമ്മയ്ക്കോ തന്നെ ഈ ഏതെങ്കിലും ജനറ്റിക് ഡിസീസിൻ്റെ കാരിയർ ആയിരിക്കും. അതായത് അവർക്ക് അസുഖം കാണില്ല, പക്ഷെ അത് അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ പറ്റും. ഇങ്ങനത്തെ കണ്ടീഷൻസിൽ ആ സ്പെസിഫിക് അസുഖം ആ ഭ്രൂണത്തിനുണ്ടോ, ആ ജനിതക തകരാർ ആ ഭ്രൂണത്തിനുണ്ടോ എന്ന് നോക്കാനാണ് PGD ചെയ്യുന്നത്. ഈ രണ്ട് ടെസ്റ്റിനും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ IVF ചെയ്ത് കഴിഞ്ഞ് ഉണ്ടായ ഭ്രൂണത്തിലെ കുറച്ച് സെല്ലുകൾ എടുത്ത് ടെസ്റ്റിങ്ങിന് വിടുകയാണ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് നോർമലാണോ അബ്നോർമലാണോ ആ ഭ്രൂണം എന്ന് അറിഞ്ഞിട്ട് നോർമൽ ആണെങ്കിൽ മാത്രമേ നമ്മൾ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ, അതായത് യൂട്രസിനകത്തേക്ക് നിക്ഷേപിക്കുന്നുള്ളൂ. അബ്നോർമൽ ആയിട്ടുള്ള ഭ്രൂണം നിക്ഷേപിക്കുന്നില്ല. ഇതുവഴി ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞിന് ഈ ജനിതക തകരാറില്ല എന്ന് അവർക്ക് ഉറപ്പുവരുത്താം.